ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് കൂടെ കൂടെ അവസരങ്ങൾ ലഭിക്കുകയാണ്. വചനം കേട്ട് വിട്ട് നാം ശിക്ഷാവിധി പ്രാപിപ്പാൻ ഒരിക്കലും ഇടയാകരുത്. നാം കേൾക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണെങ്കിൽ ഈ തിരുവചനത്തിൽ നിന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് പാവബോധം ലഭിക്കുന്നു, നമുക്ക് ആഴമേറിയ കുറ്റബോധം ലഭിക്കുന്നു. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷയിലാകണം, കർത്താവേ എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടണം, എൻ്റെ പേരവിടുന്ന് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരണം, തീയുടെ അനുഭവം എനിക്ക് കിട്ടണം, എൻ്റെ കുരുക്കുകൾ അഴിഞ്ഞു കിട്ടണം, പിശാച് എന്നെ ബന്ധിച്ചിരിക്കുന്ന, എന്നെ കുരുക്കി മുറുക്കിയിട്ടിരിക്കുന്ന, എനിക്ക് അഴിക്കാൻ പാടില്ലാത്ത കുരുക്കുകളിൽ നിന്ന്, ഊരാക്കൊടുക്കുകളിൽ നിന്ന് എനിക്ക് കർത്താവേ മോചനം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം കൂടി വരുന്നു. കർത്താവ് കുരുക്കുകൾ അഴിച്ചു തരുന്നു. നമ്മുടെ പ്രകൃതം ബഹുമാനപ്പെട്ട ദൈവവേദത്തിൽ പറഞ്ഞതുപോലെ കരിക്കട്ടയുടെ പ്രകൃതം തന്നെയാണ്. സ്വയമേവ ഒരിക്കലും നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയുകയില്ല. ഈ അത്യത്ഭുത കൃപ, ഈ വർണ്ണനാതീതമായ കൃപ മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും സാധ്യമല്ലാത്ത, ഒരിക്കലും മനസ്സിലാവില്ലാത്ത ഈ കൃപ വാസ്തവമായും ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. നാം എത്ര പേരത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്? ജീവനുള്ള ദൈവം എന്നെ യുഗപരിപാടിയിൽ ഉൾപ്പെടുത്തി. ഞാൻ നിത്യനാശത്തിലേക്ക് പോയി നശിക്കേണ്ടവനായിരുന്നു. നിത്യ അന്ധകാര തീപ്പൊയ്കയിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യ നരകത്തീയിൽ ഞാൻ എന്നേക്കുമായി അവിടെ ആയിപ്പോകേണ്ട മനുഷ്യനായിരുന്നു. എന്നോട് കർത്താവിന് കരുണ തോന്നി. അവിടുന്ന് കൃപയാൽ എന്നെ വീണ്ടെടുത്തു. അവിടുന്ന് കൃപയാൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തന്നു. അതിൽ നാം കേട്ടത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നും ചെയ്തിട്ടല്ല, ഏതെങ്കിലും കർമ്മപ്രവൃത്തികൾ കൊണ്ടല്ല. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ കൃപയാൽ, കരുണയാൽ, ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹത്താൽ, ആ വാത്സല്യത്താൽ ലോകസ്ഥാപനത്തിന് മുമ്പ്, എൻ്റെ ദൈവമേ ഇതെല്ലാം ഓർക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ്, ഈ വാക്കിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുന്നതിന് മുമ്പ് ദൈവീക പദ്ധതിയിൽ ബലഹീനരായി നമ്മെ ഉൾപ്പെടുത്തിയെന്നാണ് ലോകസ്ഥാപനത്തിന് മുമ്പെന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം. നമ്മെ ഉൾപ്പെടുത്തി. എന്താണ് വരാൻ പോകുന്ന വലിയ ശിക്ഷാവിധി? എന്താണ്? നാം എന്തിനാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമായ ലക്ഷ്യം എന്താണ്? നാം ഓരോരുത്തരും ഇതെല്ലാം ചോദിക്കുമ്പോൾ വെറും കഴിവിപ്പാരെ പോലെ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ചോദിക്കണം, എനിക്ക് എന്താണ് ലക്ഷ്യം? എൻ്റെ ജീവിതത്തിൻ്റെ ആകമാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ബിസിനസ് നടത്തുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? പണം ഉണ്ടാക്കുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഉന്നതമായ ജോലി സമ്പാദിച്ചു കൊടുക്കുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? അല്ല, കുഞ്ഞുങ്ങൾ വളർന്നു വന്നു, അവരുടെ കൃത്യസമയത്ത് അവരുടെ വിവാഹം നടത്തി, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഇങ്ങനെ നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം? വചനം പറയുന്നത് എൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ആകമാനമായി നാം ചിന്തിച്ചു നോക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പണിയെടുക്കുന്നു, രാപകലില്ലാതെ ഉറക്കളിച്ച് പണിയുന്നു, നാം പലതും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം നാം അവസാനിക്കില്ലേ? ഒരു ദിവസം നമ്മുടെ ജീവിതം തീരില്ലേ? എൻ്റെ കർത്താവേ, ആകെ ഇതൊരു കുറച്ച് മനുഷ്യർ, എന്നാൽ കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന ഈ സദസ്സ്. നിങ്ങളിതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന ഒരു സദസ്സ്, വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലെ ന്യായവിധി. സകലമാന മനുഷ്യൻ പോയി നിൽക്കേണ്ടി വരും. അവിടെ വെച്ചാണ് ജീവൻ്റെ പുസ്തകം തുറക്കാൻ പോകുന്നത്. ജീവൻ്റെ പുസ്തകം വേറെ എങ്ങും വെച്ചല്ല തുറക്കുന്നത്, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെച്ച് പുസ്തകം തുറക്കുകയാണ്. എൻ്റെ കയ്യിൽ ഡയറി ഉണ്ട്, ഞാനിപ്പോൾ തുറന്ന് പേര് വായിക്കാൻ പോവുകയാണ്.
ഇവിടെ ഇരിക്കുന്ന പലരുടെയും പേര് വായിച്ചു വായിച്ചു വന്നു. വായിച്ച കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേരില്ല. ആള് പാട്ടുപാടിയ ആളാണ്, ആള് സാക്ഷ്യം പറഞ്ഞയാളാണ്, ആ ആള് വേദപുസ്തകം വായിച്ചു തന്നയാളാണ്, ആ ആള് വചനം പറഞ്ഞയാളാണ്, ആള് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് അനേകരെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചയാളാണ്, അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ചൂണ്ടുവലികയായി നിന്നയാളാണ്. പക്ഷെ ആ ആളുടെ പേര് ആ പുസ്തകം തുറന്നപ്പോൾ അതിലില്ല. തീരാ നഷ്ടമാണ്. ഒരിക്കലും ആ നഷ്ടം നമുക്ക് നികത്താൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത്? സങ്കടത്തോടെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നാം വിശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം വിളിച്ച് വേർതിരിച്ച ദൈവമക്കളാണെന്ന് പുറമേ പറയുന്നു. എന്നാൽ നാം എത്ര പേര് എനിക്കൊരു പൂർണ്ണ വിശുദ്ധനാകണം, എനിക്കൊരു തികഞ്ഞ ശുദ്ധിമതിയാകണം, എനിക്കൊരു ശുദ്ധിമതി ആയേ പറ്റുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം ഒരു വിശുദ്ധനാകുക എന്നുള്ളതാണെന്ന് അങ്ങനെ തീഷ്ണമായ ചിന്തയുള്ളവർ എത്ര പേരിന്നിവിടെ വന്നിട്ടുണ്ട്. പഴയ കൂട്ടായ്മയിൽ ദേവദാസൻ കൂടെ കൂടെ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ യേശുക്രിസ്തു രണ്ടാമത് വരികയാണെങ്കിൽ വിരലെണ്ണാനുള്ള ആളുകൾ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ എന്ന് ഞാനൊന്ന് ഓർത്തിട്ടുണ്ട്. കർത്താവേ, ഇതെന്താ ഇങ്ങനെ പറയണത്? എന്തോ ഒരു മനുഷ്യരോട് വരുന്നു, എന്ത് സമർപ്പണമുള്ളവരാണ് വരുന്നത്, എത്രയോ പ്രാവശ്യം കൈവക്കിയിട്ടുള്ളവരാണ് വരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ചിന്തിക്കൂ, ഗൗരവമായി ചിന്തിക്കൂ, അതീവ ഗൗരവമായി ചിന്തിക്കൂ. ഇന്ന് യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വാനമേഘങ്ങളിൽ വന്നാൽ എന്നാണ് വരുമെന്നറിഞ്ഞുകൂടാ. എൻ്റെ ഒരു വിശ്വാസം, ആ വിശ്വാസമൊന്നും ശരിയായിക്കൊള്ളുമെന്നില്ല. ഈ തലമുറയിൽ തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു എളിയ വിശ്വാസം. കാരണം കാലം നോക്കിയാൽ, കാലത്തിൻ്റെ ആ ലക്ഷണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അധപ്പതിച്ച, ഇത്രമാത്രം മലീമസമായി, ഇത്രമാത്രം അലങ്കോലപ്പെട്ടു പോയ, ഇത്രമാത്രം അശുദ്ധമായി പോയ, ഇത്രമാത്രം മ്ലേച്ഛകരമായ ഒരു കാലഘട്ടം എന്തെങ്കിലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? സൊദോം ഗൊമോറയിൽ അന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. ഞാൻ നേരെ പോയി കണ്ടതാണ്. ആ തീ ഇറക്കി കത്തിപ്പോയ സ്ഥലം 2300 അടി. ഒരു മനുഷ്യൻ്റെ ഹൈറ്റ്, ഒരു മനുഷ്യൻ്റെ 6 അടി. 2300 അടി സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി കത്തിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് കത്തിച്ചു? ദൈവം ദയുള്ള ദൈവം അല്ലേ? അതുകൊണ്ടാണോ ദൈവം കത്തിച്ചത്? ദൈവം നീതിയുള്ള ദൈവമല്ലേ? ദൈവം പാപിയെ സ്നേഹിക്കുന്നവനല്ലേ? ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നാം എത്ര പേര് ഗൗരവം കൊടുക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്, മറക്കരുത്. തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ഭയത്തോടും വിറയലോടും കൂടെ കഴിപ്പീൻ. ഭയത്തോടെയാണോ നാം ജീവിക്കുന്നത്? ആരെ ഭയപ്പെടുന്ന കാര്യം പറഞ്ഞത്? കൂട്ടായ്മയിലുള്ള കുറേ ആളുകളെ കാണുമ്പോൾ ഭയപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്. വിഡ്ഢിത്തം, പമ്പര വിഡ്ഢിത്തം, വെറും വിവരക്കേടെന്നേ ഞാൻ പറയുകയുള്ളൂ. അഭിനയിച്ച് നമുക്ക് ജീവിക്കാം, പുറമേ നമുക്ക് കുഞ്ഞാടിൻ്റെ വേഷം ധരിക്കാം, എന്നാൽ അകം മുഴുവൻ ചെന്നായി ദുഷ്ടനായി പിശാചുള്ളിൽ ഇരിക്കുകയാണ്. ആണോ? ഇന്ന് യേശു രണ്ടാമത് വന്നാൽ നാം പറന്നു പോകുമോ? പക്ഷേ എന്താണ് നമ്മുടെ ലക്ഷ്യം? എനിക്കൊരു വിശുദ്ധനായി തീരണം, ഒരു ശുദ്ധിമതിയായി തീരണം എന്നുള്ള ലക്ഷ്യം നമുക്ക് വന്നിട്ടുണ്ടോ? എന്താണ് നരകം? ആരാണ് സ്വർഗത്തിൽ എത്തുന്നത്? തിരുവചനം പറയുന്നത്, തിരുവചനത്തിന് മാറ്റമില്ല. സൊദോം ഗൊമോറയിൽ തീ ഇറങ്ങി കത്തിച്ചത് എന്തുകൊണ്ടാണ്? ആണോടാണ് അവലക്ഷണമായി പെരുമാറുമായിരുന്നു. അത്രമാത്രം മ്ലേച്ഛകരമായ കാലം ലോത്തിൻ്റെ കാലത്ത് വന്നു. ദൈവം നീതിയുള്ള ദൈവമാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ ദൈവം ആരാണ്? തീഷ്ണതയുള്ള ദൈവമാണ്. തീഷ്ണതയുള്ള ദൈവം. നിങ്ങൾക്ക് ദൈവ ഭയമുണ്ടോ? നിങ്ങളുടെ ജീവിതം പ്രവാസകാലം ഭയത്തോടെയാണോ ജീവിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൂടെ പറയുന്നത് ഇങ്ങോട്ട് എല്ലാവരും ഓടി വരണമെന്നില്ല എന്ന്. നിങ്ങൾ വരണ്ടെന്നല്ല പറഞ്ഞത്. വരുന്നവർ തനി തങ്കമായി തീരണം. കുറച്ചു പേര് മതി. അല്ലെങ്കിൽ ഇവിടെ വന്നു എന്ന് പേരിന് വന്നു, ശരി, ദൈവരാജ്യത്തിൽ എത്തിയില്ലെങ്കിൽ എന്തു വലിയ നഷ്ടമാണ്. കൂട്ടായ്മയിൽ നിരന്തരം വന്നു എന്നുള്ളത് ദൈവരാജ്യത്തിലെത്തുമെന്ന് ആരും ധരിക്കരുത്. മഹാപോഷത്വമാണത്. കൂട്ടായ്മയിൽ ഒന്നല്ല വചനം കേൾക്കാം, സത്യമാണ്. എന്നാൽ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം. നാം വിശുദ്ധരായി തീർന്നേ പറ്റുകയുള്ളൂ. നമ്മുടെ വിവിധ ജീവിതചര്യകൾ ഓരോന്നോരോന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഞാനൊരു വിശുദ്ധനായി തീർന്നിട്ടുണ്ടോ? ഞാനൊരു ശുദ്ധിമതിയായി തീർന്നിട്ടുണ്ടോ?
ഇല്ല, തീർന്നിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവേ എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ എന്നുള്ള അടങ്ങാനാവാത്ത ആഗ്രഹം, രാവും പകലും ഓരോലെ കണ്ണുനീരൊഴിച്ചുകൊണ്ട് കരയാൻ നമുക്ക് തോന്നുന്നുണ്ടോ? നാം കരയുന്നവരാണോ? ഞാൻ സങ്കടത്തോടെ പറയട്ടെ, നിങ്ങൾ പലരും തണുത്തിരിക്കുകയാണ്. തണുപ്പ്, AC-യുടെ തണുപ്പ് പുറമേ, അപ്പോൾ കണ്ണടഞ്ഞു പോകുന്നു. എങ്ങനെ കണ്ണടയാൻ പറ്റും? ഞാൻ കുറ്റം പറയാൻ നിങ്ങൾക്ക് തോന്നരുത്. സത്യം സ്നേഹം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. സ്നേഹം എന്താണ്? സ്നേഹം ഒരാൾ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോയാൽ പിന്നെ ആളെ ഒരു കാലത്തും ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും വിചാരിച്ചാലും, എത്ര വിശുദ്ധരാണെങ്കിലും, എത്ര എന്തുള്ളവരാണെങ്കിലും, എത്ര കൃപാവരമുള്ള വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് മാത്രമേ കഴിയാൻ കഴിയുള്ളൂ. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഈ സത്യം നിങ്ങൾ അറിയൂ. തോന്നേണ്ടവർക്ക് തോന്നുകയും ചെയ്യണം, കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യണം. ഞാൻ വിശുദ്ധനായി തീരാൻ പരിപാടി ഇട്ടിട്ടുണ്ടോ? അങ്ങനെ പദ്ധതി തുടങ്ങിയോ? ഇല്ലെങ്കിൽ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ, തീരാ നഷ്ടം. ഇന്ന് എന്തൊക്കെയാണ് പേപ്പർ തുറന്നാൽ എന്താണിന്ന് നടക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഈ തലമുറയിൽ തന്നെയായിരിക്കും എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ, എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാനിന്ന് ഈ കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വന്ന ചിന്ത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എത്ര മ്ലേച്ഛകരമാണ് ഇന്നത്തെ ജീവിതം, നാം അറിയുന്നില്ല. എന്തുമാത്രം അരുതായികയിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നു. നാം ഭയത്തോടെയാണോ ജീവിക്കുന്നത്? ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കാൻ പറയുകയല്ല. എന്നാൽ ഇവിടെ സ്വർഗീയ തീ കത്തുന്നു. ഓരോ ദിവസവും വരുമ്പോൾ തീ കത്തുന്നു. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരുന്നു. ആ തീ നമ്മളെ കത്തുപിടിപ്പിച്ചു വിടുന്നു. ആ കത്തുപിടിപ്പിക്കുന്ന ഇതിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തീ നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാണോ? അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും നമ്മുടെ തീ കെട്ട് തണുത്ത് വിറങ്ങലിച്ചു പോകുന്നു. പാടില്ല. വായിക്കാം നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് അപ്പോസ്തലൻ അങ്ങ് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആദി പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഇത്ര വലിയ രക്ഷ, ആ രക്ഷയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? എന്ത് വലിയ ശിക്ഷാവിധിയാണ് നമുക്ക് വരാൻ പോകുന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാലാണ് ഇത്ര വലിയ രക്ഷ എന്ന് പറയാൻ കഴിയുള്ളൂ. വായിക്കാം. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നാം ഭയത്തോടും വിറയലോടും കൂടി ജീവിക്കുകയുള്ളൂ. പിന്നെ ആരെന്ത് പറയുന്നത് നോക്കില്ല. എൻ്റെ ആത്മാവ്, ഭാര്യയുടെ ആത്മാവിൻ്റെ കാര്യമല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. എൻ്റെ ആത്മാവ് ഞാനൊന്ന് നേരെയായിട്ട് വേണ്ടേ? അല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴി? ഇന്ന് പാപം ചെയ്യാൻ ആളുകൾക്ക് പേടിയില്ല, ഭയമില്ല. എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും അനുസരിക്കാൻ മനസ്സില്ല. പിന്നെയും കൂട്ടായ്മയ്ക്ക് വരുന്നു. എന്തിനു വരുന്നു? ആരെ കാണിക്കാൻ വരുന്നു? വന്നുകൊണ്ട് എന്ത് പുണ്യം കിട്ടുന്നു? വെറുതെ അവിടെ വന്നിരുന്ന് സ്ഥലം നഷ്ടപ്പെടുത്തുന്നു. പാടില്ല. അങ്ങനെയുള്ളവർ വന്നിട്ട് ഗുണമുള്ള പ്രിയപ്പെട്ടവർ വിഷമം തോന്നരുത്. ഞാൻ സത്യമാണ് പറയുന്നത്. ഭയത്തോടുകൂടി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കാൻ മനസ്സുള്ളവർ മാത്രം വന്നെങ്കിലേ അവർക്ക് ദൈവരാജ്യം കരഗതമാക്കാൻ കഴിയുള്ളൂ. സത്യമായി യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. നിത്യജീവൻ്റെ വചനം, വചനത്തിന് മാറ്റമില്ല. സോദോം ഗോമോറയിൽ തീ ഇറക്കിയ അതേ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്ന് കോപത്തോടെയാണോ നമ്മുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ദൈവം ഇന്ന് നമ്മെ കണ്ട് പുഞ്ചിരി തൂകുകയാണോ? അതെയോ ആ ദൈവം നമ്മെ ഇന്ന് നോക്കിക്കൊണ്ട് ചങ്കുപൊട്ടി കരയുകയാണോ? നാം ചിന്തിക്കാറുണ്ടോ? നാം കാണാറുണ്ടോ? വായിക്കാം നമുക്ക്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യവും 21-ാം വാക്യവും 22-ാം വാക്യവും വായിച്ചു കേൾക്കാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. നിർത്തു. ലോകത്തിന്റെ മാലിന്യം വിട്ടവർ ഓടിയവരാണോ നാം? കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവരാണോ നാം? ഈ ലോകം ചപ്പന്നും ചവറൊന്നും എന്നൊക്കെ തെണ്ണാൻ തോന്നിയിട്ടുണ്ടോ? ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയിട്ടുണ്ടോ? അതെയോ ലോകത്തിൽ അഴുകിച്ചേർന്ന് ജീവിക്കുകയാണോ? ഇന്നും അളിഞ്ഞു വിളിഞ്ഞ സ്വഭാവത്തിന് ഉടമയാണോ? നമ്മുടെ സംസാരം എങ്ങനെയാണ്?
ഞാൻ തയ്ഞ്ഞവനായി നിന്നുകൊണ്ട് പറയുകയില്ല. നിങ്ങൾക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ തിരുത്തിത്തരാം. ഞാൻ 100% ദൈവസേനയിലാണ് നിൽക്കുന്ന ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പറയട്ടെ. ആ വിറയിലോടും ഭയത്തോടും കൂടെ പറയട്ടെ. എന്നോട് തിരുത്താൻ പറഞ്ഞു തരുന്നവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തിരുത്തി കിട്ടണ്ടേ, എനിക്ക് ദൈവരായി തിരുത്തണ്ടേ. ഞാൻ അക്കരെ നാട്ടിൽ ചെന്നിട്ട് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ കേട്ടറിഞ്ഞിട്ട് എനിക്ക് എന്ത് ഗുണം? പ്രിയപ്പെട്ടവർ, ലോകത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവരാണ് നാം. ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവരാണോ? അതെയോ ഇന്നും ലോകം ആരും കാണാതിരിക്കുമ്പോൾ നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? ആരും കാണുന്നില്ല, ഭൂമിയിൽ ആരും കാണുന്നില്ല. ഇതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് തന്നെ ഓരോരുത്തരും ചോദിക്കും. ഞാൻ ഭയത്തോടെ പറയുന്നു, ഞാനും ഭയത്തോടെ പറയുന്നു. കാരണം ഇരുവായ്ത്തലുള്ള ആളാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ വായ്ത്തലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്, വാക്കത്തി അല്ലെങ്കിൽ ഒരു അരിവാള്. അത് രണ്ട് സൈഡിലും എങ്ങനെയാണ്? പിടിയല്ല, രണ്ട് സൈഡിലും മൂർച്ചയുള്ളതാണ്. ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്, വിറയലോടുകൂടിയാണ് നിൽക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കരുണയിൽ ചാരിയാണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ തിരുരക്തത്തിൽ മറഞ്ഞാണ് നിൽക്കുന്നത്. വെട്ടുകൊള്ളാൻ ചാൻസ് ഉണ്ട്. പ്രിയപ്പെട്ടവർ, ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവരാണോ നാം? അതെയോ ഇന്നും ലോകത്തിൻ്റെ മാലിന്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണോ? അഴുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? അശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇന്നും നാം അശുദ്ധ ചിന്തകളെ താലോലിക്കുന്നവരാണോ? പൂച്ച പാൽ കുടിക്കും പോലെ കണ്ണടച്ച് പാൽ കുടിച്ചു എന്നോർത്തുകൊണ്ട് ഭൂമിയിലെ മനുഷ്യർ കാണൂല എന്നല്ല, അവരും കാണും. മാത്രമല്ല മുകളിൽ ജീവനുള്ള ദൈവം എല്ലാം കാണും. ഭയത്തോടെ വേണം ജീവിക്കാൻ. ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഞാൻ വേറെ ഒന്നും മുൻവിധി വെച്ചുകൊണ്ട് പറയുകയല്ല. നാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാനിട വരരുത്. കേട്ടുവിട്ട് ശിക്ഷാവിധി പ്രാപിക്കാനിട വരരുത്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. അത് ചൈതന്യമുള്ള വചനമാണ്. ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും അങ്ങ് ഉള്ളിലേക്ക് സന്ധി മജ്ജകളെ തുളയ്ക്കും വരെ വേർപിടിച്ച് ചെല്ലുന്നതാണ്. അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. നമ്മുടെ ആഴത്തിലുള്ള പാപങ്ങൾ കാണിച്ചു തരുന്നതാണ്. എന്തെല്ലാം കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളെ ഓരോ ദിവസവും വിളിച്ചു കൂട്ടുമ്പോൾ അവിടുന്ന് കുരുക്ക് അഴിച്ച് വിടുന്നുണ്ടല്ലോ. ഭർത്താവെ, കരിക്കട്ടയുടെ സ്വഭാവം എന്താണ്? എന്നെ ജോൺ എന്ന് പറഞ്ഞ മനുഷ്യനെ ആകെ ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം പാപം മാത്രമാണ്. എന്നാൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാൾ വരുത്. പാപം വരാൻ പാടില്ല. നാം പാപം സംബന്ധമായി മരിച്ചവരായിട്ട് ജീവിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ ഓരോ അവയവങ്ങളും ദിനംതോറും ക്രിസ്തുവിന് സമർപ്പിച്ചേ പറ്റുകയുള്ളൂ. കണ്ണിലാണോ നോട്ടത്തിലാണോ തെറ്റ് വരുന്നത്? കർത്താവ് പറഞ്ഞ എന്താണ്? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ, ഉറക്കെ പറയുവാക്കി, അതിനെ കുത്തി. എന്ത് ചുമ്മാ പറഞ്ഞാണോ? ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ ഒരു നല്ല മുഴുത്ത നല്ല കരുക്കത്തി, നല്ല മുനയുള്ള കത്തി കൊണ്ട് കണ്ണ് കുത്തി ചൂന്നെടുത്ത് എറിഞ്ഞു കളഞ്ഞോളാനാണ് കർത്താവ് പറഞ്ഞത്. ഒറ്റക്കണ്ണനായി ഈ ഭൂമിയിൽ ജീവിച്ചാലും കുഴപ്പമില്ല, വേണമെങ്കിൽ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. എങ്കിലും കണ്ണില്ലാത്തവനായി ഈ ഭൂമി ജീവിക്കേണ്ട. അപ്പം കാണണ്ടല്ലോ അരുതാത്തതൊന്നും. എങ്കിലും സ്വർഗരാജ്യത്തിലെത്തുമെന്ന് ചെറിയ കാര്യമാണോ? സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? വിശുദ്ധന്മാർക്ക് മാത്രം കാക്കപ്പെടുന്ന സ്വർഗീയ പറുദീസ. അവിടെ നാം എത്തുമോ? ഇന്ന് ജീവിച്ച പോലെ ജീവിച്ചാൽ എത്തുമോ? പ്രിയ ദൈവജനമേ, ഞാൻ എളിമയോടെ വിനയത്തോടെ താഴ്മയോടെ നിങ്ങളോട് ഇങ്ങനെ കൈ ഊപ്പിക്കൊണ്ട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നും വിശുദ്ധരാകാൻ നാം പദ്ധതി ഇട്ടിട്ടുണ്ടോ? എന്തെല്ലാം പുറമേയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവരായിരിക്കണം. പാപം ഒരു കാരണവശാലും വരാനിട വരരുത്. മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തിൽപ്പാൻ ഞാൻ പറഞ്ഞതല്ല. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ആത്മനിറവിൽ പറയുകയാണ്, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. തല്ലിക്കൊല്ലാൻ വരികയാണ്, കള്ളം പറയാൻ പറഞ്ഞു വന്നു, തല്ലിക്കൊല്ലാൻ പറഞ്ഞു വന്നു നിൽക്കുന്നു. നിന്നെ ഇപ്പം കൊല്ലും. ഓണ അറിഞ്ഞോട് പറയുമോ? അങ്ങനെയുള്ളവൻ്റെ മേലിന് ദൈവത്തിൻ്റെ കൃപ പോവും. അതുകൊണ്ട് ഏതെങ്കിലും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരിക്കൽ പറഞ്ഞില്ലേ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ ഒരു കള്ളം പറഞ്ഞു പോയി. ഉടനെ തന്നെ അയ്യോ ദൈവം പോയി, എൻ്റെ അടുത്ത് നിന്ന് എല്ലാം ദൈവം പോയി, ഇനി ദൈവം ഇല്ല, അയ്യോ ഞാൻ ആകെ പ്രശ്നത്തിലായി എന്നോർത്തുകൊണ്ട് അവിടെ മരിക്കാൻ തുടങ്ങേണ്ട ആവശ്യമില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാതില്ല. അതുകൊണ്ട് ബലഹീനയായിട്ട് എനിക്ക് ബലഹീനതയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ അറിയാവുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയാവുള്ളൂ, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പാവം വന്നു പോവുകയാണെന്ന് പറഞ്ഞ് വെറുതെ മുടന്തൻ ന്യായമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല ജീവനുള്ള ദൈവം. എന്നാൽ നാം എങ്ങനെയാണ് നാം പാപത്തിൽ അകപ്പെടുന്നത്? ദൈവം നോക്കി വയ്ക്കും. എല്ലാം കർത്താവിൻ്റെ നഗ്നവും മലർന്നുമായ കണ്ണുകൊണ്ട് കാണും. നാം ഭയമുള്ളവരാണോ എന്നാണ് ചോദിക്കുന്നത്. വിറയലോടെയാണോ ജീവിക്കുന്നത്?
നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഞാനല്ല പറഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ ആത്മനിറവിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, എല്ലാം കാണുന്ന ദൈവം ഇന്ന് എന്താണ്, കെട്ടഴിച്ചു വിട്ട പോലെ ജനം ജീവിക്കുന്നു. കെട്ടഴിച്ചു വിട്ടതുപോലെ ദർശനമില്ലാത്തടത്ത് ജനം വഴിതെറ്റി നടക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ദർശനമില്ലാത്തടത്ത് ദർശനമൊക്കെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ദർശനമാണ് ഈ വചനം പറഞ്ഞു തരുന്നത്. സ്വർഗീയ ദർശനമാണ് ഈ വചനം പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ജീവിക്കണമെന്ന് ശക്തമായി പറയുന്നതാണ് സ്വർഗീയ ദർശനം. എന്നാൽ നാം ജാഗ്രതയുള്ളവരാണോ? നാം മരിക്കേണ്ടി വന്നാലും പാപം വരികയില്ല എന്നുള്ള തീരുമാനമുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ കൊണ്ട്, ഞാൻ അടക്കം പറയുകയാണ്, കർത്താവ് അനേകരെ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കും. അനേകർ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരും. 2 പത്രോസ് 2:20, 21, 22. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ, അവരാണ് സൂക്ഷിക്കേണ്ടത്. ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, ആ മാലിന്യത്തിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, ദൈവവചനമാണ്. പാപം ചെയ്തു, കർത്താവ് ക്ഷമിച്ചു തന്നു, വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു, ആ മാലിന്യത്തിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. കേട്ടോ, കേൾക്കാതിരുന്ന കുഴപ്പമില്ലായിരുന്നു. കേട്ടു, തീരുമാനമെടുത്തു, പാപത്തോട് യാത്ര പറഞ്ഞു, എന്നിട്ട് വീണ്ടും വീണ്ടും പാപം ചെയ്ത് നടന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? അവന്റെ ആദ്യത്തെ സ്ഥിതി ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ എന്താണ്, വഷളായി പോകുന്നു എന്ന്. പ്രിയ ദൈവജനമേ, ഭയത്തോടെ വേണം ഓരോ വാക്കുകളും കേൾക്കാൻ. വിശദീകരിക്കാൻ നേരമില്ല, ഇനിയും വായിക്കാൻ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞവർ, ഒരിക്കൽ തീരുമാനമെടുത്തവർ, ഒരിക്കൽ സമർപ്പണമെടുത്തവർ, ഒരിക്കൽ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചവർ, എന്നേക്കുമായി വിട്ടുകൊടുത്തവർ, അങ്ങനെയുള്ളവർ വീണ്ടും ഭയത്തോടെ ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അവിടെ ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 24 മുതൽ 26 വരെ വാക്യങ്ങൾ പറയുന്നത്. വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോഴാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി പാപം ഓർത്തുകൊണ്ട് എണ്ണി ഏങ്ങലടിച്ച് കരയുമ്പോൾ, എൻ്റെ കർത്താവിനോട് ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞ് പറയുമ്പോൾ ആരും കേൾക്കാതെ രാത്രിയുടെ യാമങ്ങളിലോ അതല്ലെങ്കിൽ പകല് തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്നുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രായത്തിൽ ഇന്ന സമയത്ത് ഇന്ന പാപം വന്നുപോയി എന്ന് ഏങ്ങലടിച്ച് കരയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കർത്താവിൻ്റെ തിരുരക്തം നമ്മെ കഴുകുന്നു. അതാണ് അശുദ്ധാത്മാവ് വിട്ടുപോകുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു. ഇറങ്ങിപ്പോയ പിശാച് എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ അറിയുന്നുണ്ടോ? എത്ര ഭയത്തോടെ വേണം ഒരു ശുശ്രൂഷയ്ക്ക് ഇവിടെ കയറി നിന്നാണ്ടല്ലോ, ഇരട്ടി ശക്തിയോടെ. നിങ്ങൾ കേട്ടില്ല എന്ന് പറയരുത്. ഇരട്ടി ശക്തിയോടെ നിങ്ങൾ വീഴിക്കാൻ പിശാച് നോക്കും. നോക്കിക്കേ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, പലരും അങ്ങനെ വീണ് കുടുങ്ങിപ്പോയവരില്ലേ? ഒരിക്കൽ തീരുമാനമെടുത്തു, ഒരിക്കൽ സമർപ്പണം പറഞ്ഞു, ഒരിക്കൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അന്ന് വളരെ തീഷ്ണതയോടെ ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ കത്തിപ്പറഞ്ഞു. എന്നാൽ ഇതാ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വീണ് പോയി കഴിഞ്ഞു, വീണ് തകർന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? ദുഷ്ടനായ പിശാച് പുറകെ നിൽക്കുകയാണ്. കാരണം അശുദ്ധാത്മാവ് വിട്ടുപോയി. എന്നാൽ പിന്നെയാണ് എന്ത് പറയുന്നു? അശുദ്ധാത്മാവ് വീണ്ടും എന്താണ് ചെയ്യുന്നത്? താഴേക്ക് വായിക്കൂ. ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ഇവൻ ചുമ്മാ ഇരിക്കുകയല്ല. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ഒരേ ഒരു പ്രതിയോഗിയുള്ളൂ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പ്രതിയോഗിയല്ല. അവനാരും നമ്മുടെ ഓപ്പണൻ്റ് അല്ല, അവരാരും നമ്മുടെ ശത്രുക്കളല്ല. ഒരേ ഒരു ശത്രു മാത്രം, ദുഷ്ടപിശാച്. അവൻ അടങ്ങിയിരിക്കുകയില്ല. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എങ്ങനെയാണ് നടക്കുന്നത്? അലറുന്ന സിംഹം പോലെ വിശന്ന് പൊരിഞ്ഞ് നടക്കുകയാണ്. ദുഷ്ടപിശാചിന് വിശപ്പാണ്. അലറുന്ന സിംഹം പോലെ ആരെയാണ് വിഴുങ്ങാൻ കിട്ടുന്നതെന്നോർത്ത് സാക്ഷ്യം പറഞ്ഞ ആളുടെ പുറകെ ഒരു കൂട്ടം പിശാചുക്കൾ പുറകെ നടക്കും. മറന്നു പോരുത്. സാക്ഷ്യം പറഞ്ഞ് ഇവിടെ ഒന്ന് അതുപോലെ ദൈവത്തിൻ്റെ കൃപ തേജസ്സോടെ ഇറങ്ങി വരുന്നു. കാരണം ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണ്. മാലാഖമാർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതാ തീവാരി വെതറുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അനേകരുടെ ഹൃദയത്തിൽ കത്തുപിടിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അന്നൊരിക്കൽ സാക്ഷ്യം പറഞ്ഞ അന്നത്തെ ആ തീക്ഷ്ണത ഇന്ന് നിങ്ങൾക്കുണ്ടോ? അന്നത്തെ ആ കത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ചിന്തിച്ചു നോക്കാനാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവർ. വെറുതെ വന്നിരുന്ന് വചനം കേട്ട് വിട്ട് ശിക്ഷാവിധി പ്രാപിക്കരുതെന്നാണ് പറഞ്ഞത്.
ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കിയാൽ നാം ഈ രക്ഷ വാസ്തവമായും തിരിച്ചറിയാതെ നാം വീണ്ടും പാപത്തിലേക്ക് പോയാൽ നാശമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. മൂർച്ചയുള്ള വാക്കുകളാണ് പറയുന്നത്. ഇത് ജീവനുള്ള ദൈവം പറഞ്ഞു തന്ന ആലോചനയാണ്. തന്നെത്താനിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇന്ന് ഈ കാര്യം പറയുവാൻ കർത്താവ് വ്യക്തമായി പ്രേരണ തന്നിട്ടാണ്. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു എന്നല്ല പറഞ്ഞത്. ഇത് ജനത്തോട് പറയാൻ ശക്തമായി ദൈവം പ്രേരണ തന്നു. അതുകൊണ്ടാണ് ഇത് തന്നെ പറയുന്നത്. പ്രിയപ്പെട്ടവർ, എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം സാക്ഷ്യം വന്ന് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പോൾ തീയിറങ്ങി. ആളുകൾ ഓർത്തു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ പിശാച് അടങ്ങിയിരുന്നില്ല. പിശാച് എന്ത് ചെയ്തു? അതേ പാപത്തിൽ തന്നെ വീണ്ടും വീഴിച്ചു. ദുഷ്ടൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ജാഗ്രതയായിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു ഊടാടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെയാണ് കാത്തിരിക്കുന്നത്, എവിടെയാണ് ആളിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ബലഹീന വശം അന്വേഷിച്ചു നടക്കുന്ന പിശാചുണ്ടെന്ന്. പ്രിയപ്പെട്ടവർ, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ജാഗ്രതയോടെ ഇരിക്കണമെന്ന്. ബാക്കി നിങ്ങൾ വായിക്കൂ. അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. കേട്ടോ? നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ പറഞ്ഞത്? സാക്ഷ്യം പറഞ്ഞു. കർത്താവിൻ്റെ തീ ഇറങ്ങി. എന്താ സാക്ഷ്യം പറയുമ്പോൾ നടക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരുന്നു. കാരണം എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ദൈവം പിതാവിൻ്റെയും ദൈവദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും പോലെ സ്വർഗത്തിൽ ഈ ശബ്ദം മുഴങ്ങിക്കേൾക്കുകയാണ്. നമ്മൾ അറിയണില്ലല്ലോ, പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി എന്ത് ചെയ്യുന്നു? ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് താഴേക്കും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് ഇങ്ങനെ തീയായിട്ട് കത്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിച്ചുവാരൽ നടക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ? സത്യമാണ് പറയുന്നത്. അടിച്ചുവാരുന്നു. അപ്പോൾ നല്ല അലങ്കരിച്ചതായി കാണുന്നു. പിശാച് കാണുന്നുണ്ട്. പിശാച് പോയിട്ട് എന്ത് ചെയ്യുന്നു? തന്നിലും ദുഷ്ടതയേറിയ എത്ര ആത്മാവിനെയാണ് കൊണ്ടുവരുന്നത്? 7 ആത്മാവിന്, 7 ഇരട്ടി ശക്തിയുള്ളതിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വായിച്ചോ. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും. ജാഗ്രതയില്ലാതിരുന്നാൽ 7 ഇരട്ടി പിശാച് ഒന്നുള്ളിൽ കയറും. അതുകൊണ്ടാണ് പലപ്പോഴും തീരുമാനം എടുക്കുന്നു, ഇനി ഞാൻ കോപിക്കുകയില്ല. ആളായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം അപ്പനെ പ്രാഗിയ വാക്ക് പറയുന്നത്, അല്ലെ അമ്മയെ പ്രാകുന്ന വാക്ക് പറയുന്നത്. ഏത് സാക്ഷ്യം പറയുന്നതിന് തൊട്ട് മുമ്പിൽ നല്ല ആദ്യ സ്നേഹത്തിൽ കത്തി നിന്നു. ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അടിച്ചുവാരൽ നടന്നു. പിശാച് അത് കണ്ടു. ഉടനെ പിന്നെ അവൻ വീഴിക്കേണ്ട എവിടെയാണെന്ന് പറയും. അതിൻ്റെ അപ്പുറത്താണ് വീഴിക്കാൻ പോകുന്നത്. ഭയപ്പെടുത്താൻ പറയണതാണോ ഞാൻ? സത്യമാണ് പറയുന്നത്. സത്യം മറച്ചു വെച്ച് എങ്ങനെ പറയും? സത്യം പോലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നാം ഇന്ന് ഉണരണമെന്ന്. ഇന്ന് നാം കത്ത് പിടിക്കാതെ ആരും പോകരുതെന്ന്. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആകത്തൊക്കെ അതേ പറഞ്ഞുള്ളൂ. മത്തായി സുവിശേഷം എടുക്കാം. മത്തായി 12-ാം അധ്യായം 43 മുതൽ 45 വരെ വാക്യം വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. എന്നേക്കുമായി പാർത്തിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടെ വീട്. ഏതാണ് നമ്മുടെ വീട്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ഞാനാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്. നാം ദൈവത്തിന്റെ ടെമ്പിളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ഉള്ളിൽ പാർത്തിരുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് കേന്ദ്രമായിട്ട് ഇരിക്കേണ്ടതാണ്. എന്നാൽ പിശാച് വന്ന് കയറിയാലോ എല്ലാം നശിപ്പിച്ചു കളയുമെന്ന്, എല്ലാം മുടിച്ചു കളയുമെന്ന്. എത്ര ഭയത്തോടെ വേണം ജീവിക്കാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താണ്? വളരെ കൃത്യമായി പറഞ്ഞു. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്ന്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന്. അന്ന് ഒരു ദിവസം, ഇന്നിപ്പോൾ ഇവിടെ ആരറിയാം നാളെ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം? എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ നാളെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്തിട്ടും ഗുണമില്ല. ചെയ്യേണ്ടത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥന നടത്തേണ്ടെന്നല്ല പറഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് പാപങ്ങളെല്ലാം കഴുകിക്കളയണം. സ്വർഗീയ തീ നമ്മുടെ ഉള്ളിൽ കത്തണം. കരിക്കട്ടിയാവുന്ന എന്നെ യേശുക്രിസ്തുവാകുന്ന ആ സ്വർഗീയ തീയ തിരുരക്തം വന്ന് എൻ്റെ മേൽ തൊടുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന്
അത്ഭുതങ്ങൾ നടക്കുന്നു. എന്നാൽ നാം അലസമായിട്ട് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിശാച് പയ്യെ വിള്ളലുണ്ടാക്കുന്നു, ഉള്ളിൽ കയറിക്കൂടുന്നു, പിന്നെ അവിടെ പൊരുന്നിയിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കൂടി 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 പിന്നെ വരികയാണ്. ദുഷ്ടശക്തികൾ കൂടുതൽ വരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ചെറിയ പാപം വന്നു, ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് സാറ്റർഡേ ആവട്ടെ, എന്നാലും തെറ്റ് വന്നു, ഇനി പറയാനുള്ള എല്ലാവരോടും 2 വർത്തമാനം പറഞ്ഞേക്കാം. കാരണം തെറ്റിപ്പോയല്ലോ, എന്നാണെങ്കിലും ഞാൻ വീണുപോയല്ലോ, അതുകൊണ്ട് ഇനി പറയാനുള്ള അങ്ങ് പരമാവധി പറഞ്ഞ എല്ലാം അങ്ങ് പറയാനുള്ള ഇപ്പം എല്ലാവരോടും അങ്ങ് പറഞ്ഞു തീർത്തേക്കാം. പിശാച് കയറുകയാണ്. എന്നാലൊരു ദൈവവൈതലാണെങ്കിലോ, ആത്മാവുള്ളൊരു ദൈവവൈതലാണെങ്കിലോ തെറ്റ് വരില്ലെന്നല്ല പറയണത്. ഒരു തെറ്റ് വന്നാൽ എന്തു ചെയ്യും? അപ്പോൾ തന്നെ മന്നുക്കുള്ള മഹാവിഭുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കർത്താവേ, എനിക്ക് ഇന്ന തെറ്റ് ഇന്ന സമയത്ത് ഇന്നതുപോലെ വന്നു, എപ്പാ എന്നെ കഴുകണമേ എന്ന് കർത്താവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച് കഴുകൽ പ്രാപിച്ച് എപ്പോഴും കഴുകൽ പ്രാപിച്ച് നിൽക്കും. എപ്പോഴും വസ്ത്രം വെള്ളയായിരിക്കും. എപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും. വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം. മാനസാന്തരത്തിന് പിന്നീട് എത്രമാത്രം അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നാണ് ഭയനിർദ്ദേശമായി പറഞ്ഞിരിക്കുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. വല്ല കയ്പുള്ള വേരും എന്താണ്? വല്ല പാപവും വന്ന് വല്ല കയ്പുള്ള വേരും മുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം. ഞാൻ ഒരാള് സാക്ഷ്യത്തോടെ ജീവിക്കേണ്ടയാള്. ഞാൻ സാക്ഷ്യത്തോടെ ജീവിച്ചില്ലെങ്കിൽ അനേകർ മലിനപ്പെടും, അനേകർക്ക് സാക്ഷ്യം നഷ്ടപ്പെടും. നാം അറിയുന്നില്ല, നാശം വിതയ്ക്കുകയാണ് നാം. ഒന്നോട് വായിക്കൂ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. ആരെങ്കിലും ഒരാൾ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയാൽ ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. വല്ല കയ്പുള്ള വേരും മുളച്ച് വല്ല പാപവും ജീവിതത്തിൽ വന്ന് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഞാൻ മാത്രമല്ല, ജോൺ എന്ന് പറഞ്ഞവൻ സാക്ഷ്യത്തോടെ ജീവിച്ചില്ലെങ്കിൽ ജോൺ മൂലം അനേകർക്ക് കലക്കം വരും, അനേകർക്ക് കയ്പ് വരും, അനേകർ നാശത്തിന് അടിമയായി തീരാനിട വരും, അനേകർക്ക് ദോഷം സംഭവിക്കും. ബാക്കി വായിച്ചോ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ദൈവദിനം വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞു ഏശാവ്, അങ്ങനെ ആയി തീരരുതെന്ന്. അടുത്ത വാക്യം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച്. ഏശാവ് പിന്നത്തേതിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പായസത്തിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞു. പിന്നത്തേതിൽ ഓർത്തു, ഇപ്പം പായസം കുടിക്കാം, ഇപ്പം ഈ പാവം അങ്ങ് ചെയ്യാം, ഇപ്പം നല്ല സൗകര്യമല്ലേ, ഇപ്പം ആരും കാണുന്നില്ലല്ലോ, ഇപ്പം അങ്ങ് ദൂരെ പട്ടണത്തിലല്ലേ, ആരും കാണുന്നില്ലല്ലോ, ഇപ്പം എൻ്റെ കാര്യം അങ്ങ് സാധിപ്പിക്കാം. ഇപ്പം തൽക്കാലം ആരും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ് ഏശാവിനെ പോലെ അഭക്തനായി തീരാൻ ഇടവരരുത്. പിന്നെ എന്താണ്? ഏശാവ് പിന്നെ ഓർത്തു, പിന്നെ ആകാം, ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് കൂടി നടക്കുകയില്ലേ, മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കൂട്ടായ്മയിൽ പോയി അന്നൊരു കൃത്യമായി തീരുമാനമെടുത്താൽ അന്നും കർത്താവിനെ എൻ്റെ മേൽ തിരുരക്തമ്പുരുടെ കരം വെച്ചുകൊള്ളുമല്ലോ. പക്ഷെ നീ നഷ്ടപ്പെട്ടു പോയെങ്കിലോ, അതിനു മുമ്പ് പിശാചിനെ തട്ടിക്കൊണ്ടു പോയെങ്കിലോ. വായിക്കൂ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും. കരയാഞ്ഞിട്ടാണോ? യേശാവ് കരഞ്ഞില്ലേ? കണ്ണുനീർ കാണുന്ന ദൈവം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. മനസ്സല്ലുള്ളവനാണ് ദൈവം എന്ന് പ്രാർത്ഥിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്നും പ്രാർത്ഥിക്കും. യേശാവ് കണ്ണുനീരോടെ അപേക്ഷിച്ചില്ലേ? വല്ല ഗുണം കിട്ടിയോ? വായിക്കൂ. തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സമയം തക്കത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് പോയി കരഞ്ഞാലൊന്നും ദൈവം കേൾക്കുകയില്ല, മാനസാന്തരത്തിന് ഇടം കെട്ടുകയില്ല. ഇതെല്ലാം വചനമാണ്. ഈ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ഇന്ന് നമുക്ക് ആരുടെ മുമ്പിൽ മിടുക്കനായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാം. എന്നാൽ എല്ലാം കാണുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, അതുകൊണ്ട് ഞാനൊന്ന് കരഞ്ഞാൽ എല്ലാം ഓക്കെ എന്ന് വിചാരിക്കാം. പക്ഷേ മനഃപൂർവ്വം നാം പാപം ചെയ്താൽ, ഭയനിർദ്ദേശങ്ങൾ കിട്ടിയത് അനുസരിക്കാതിരുന്നാൽ നാശമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. വായിക്കാം, ഇനിയും വായിക്കാം. എബ്രായർ 6:4 മുതൽ 12 വരെ. ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. എല്ലാവരും കാണാതെ പഠിച്ച വാക്യമാണെന്നാണ് എൻ്റെ ചിന്ത. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, ഒരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അനുഭവിച്ചു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും. എന്താണ് സ്വർഗീയ ദാനം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരുണ അനുഭവിച്ചു. എല്ലാ ദാനങ്ങളും കിട്ടി ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിൽക്കുന്നത്. 1.5 മണിക്കൂർ എനിക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്നു. വലിയ ഉന്നതന്മാരായ ആളുകളുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ ഞാൻ കൃത്യമായി പറഞ്ഞു, യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കാനിടയായി.
ജീവിതം ക്രിസ്തുവിന് കൊടുക്കാനിടയായി. ക്രിസ്തു എന്നെ ഉയർത്തി. സ്വതവേ ഞാൻ വല്ലതും നേടിയെടുത്തതാണോ? ആണോ? ബുദ്ധിയുണ്ടായിരുന്നോ? മണ്ടശിരോമണി, 7 മാർക്ക് കിട്ടിയവൻ, ശാപഗ്രസ്തൻ, അല്ലേ? ഒരിക്കലും പഠിക്കാൻ യോഗ്യതയില്ലായിരുന്നവൻ, പഠിക്കാൻ സാധിക്കാത്തവൻ, ഒരിക്കലും തലപൊക്കി നടക്കുമെന്ന് ചിന്തിക്കാതിരുന്നവൻ, ഒരിക്കലും എനിക്കറിയാം, ഞാൻ സ്വപ്നലോകത്ത് ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. വെറും മണ്ണാങ്കട്ടയെന്ന് കാണാൻ കർത്താവിൻ്റെ കണ്ണ് തുറന്നു തന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവം തന്നു, എല്ലാ സ്വർഗീയദാനവും തന്നു. ഇന്ന് നമുക്ക് എവിടെ നിന്നാണ് പേരും പെരുമയും കിട്ടിയത്? ആരാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നാം സമാധാനമുള്ളവരായിരുന്നോ? ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ. എങ്ങനെയാണ് ഈ കൂട്ടായ്മയിൽ വന്നു വിട്ടത്? എങ്ങനെയാണ് സമാധാനം കിട്ടിയത്? എങ്ങനെയാണ് ഒരാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് മിണ്ടാൻ നമുക്കൊരു കെൽപ്പ് കിട്ടിയത്? ജീവനുള്ള ദൈവത്തിൻ്റെ ദാനം മറക്കരുത്. ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും എൻ്റെ ഉള്ളിൽ നന്ദിയുണ്ട്. ക്രിസ്തുവിനോടുള്ള നന്ദി, എന്നെ ഞാനാക്കിയ യേശു ക്രിസ്തുവിനോടുള്ള നന്ദി, എൻ്റെ ജീവിതത്തിൽ പാവത്തോട് അർപ്പ് തന്ന ജീവനുള്ള ക്രിസ്തുവിനോടുള്ള നന്ദി. എൻ്റെ എല്ലാം സൗജന്യദാനമാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെല്ലാവരേക്കാളും മേന്മയുള്ളവനായതുകൊണ്ട് പറയുകയല്ല. എനിക്ക് 100 വട്ടം ഉറപ്പാണ്, ഈ ഇരിക്കുന്ന എല്ലാവരേക്കാളും പാവിയാണ് ഞാൻ. ആ ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആ എളിമയോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മനസ്സറിഞ്ഞൊരു പാവത്തിന് പോവുകയില്ല, ഒരിക്കലും പോവില്ല. മരിക്കേണ്ടി വന്നാലും മനസ്സറിഞ്ഞൊരു പാവം വരില്ല. അതെൻ്റെ ജീവിതത്തിലെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്തെങ്കിലും തിരുത്താൻ നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങളല്ലേ കേൾക്കുന്നവർ. ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എത്രയോ മനുഷ്യരുടെ മുമ്പിലാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം എനിക്ക് ദൈവരാജ്യത്തിലെത്തണം. പ്രിയപ്പെട്ടവരെ, നന്ദിയുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ജീവനുള്ള ദൈവത്തോട് നന്ദി. എന്നെ ഞാനാക്കിയ ദൈവം എന്നും എൻ്റെ ഉള്ളിൽ നന്ദിയാണ്. ഞാൻ എങ്ങനെ ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു. ഈ വചനം പറയാൻ എനിക്ക് എന്തുകൊണ്ട് വചനം പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് എൻ്റെ മനസ്സിലെ ആശയമൊക്കെ ഒന്ന് പങ്കുവെക്കാമല്ലോ. പാണ്ഡിത്യമില്ല, എന്നാൽ ജീവനുള്ള ക്രിസ്തു തൊട്ട് നടത്തുന്നു. കരയുമ്പോൾ കണ്ണുനീര് തുടയ്ക്കുന്നു, വിളിക്കുമ്പോൾ ഓടി അരികിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പാ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നിരുന്ന് വിളിച്ചാലും, സ്ഥാപനത്തിൻ്റെ ഓഫീസിലിരുന്ന് വിളിച്ചാലും, പ്രാർത്ഥനാ മുറിയിരുന്ന് വിളിച്ചാലും, അല്ല ഇനി ബെഡ്റൂമിലിരുന്ന് വിളിച്ചാലും, എവിടെ ഇരുന്ന് വിളിക്കുമ്പോഴും ഓടി അരികിലേക്ക് വരുന്ന ജീവനുള്ള ദൈവം, എന്നെ തലോടുന്ന ക്രിസ്തു. ഇതൊരു സത്യമായ യാഥാർത്ഥ്യമാണ്. എൻ്റെ മനസ്സ് പാടുമ്പോൾ ആ മനസ്സിൽ വന്ന് ഹൃദയത്തിൻ്റെ ആ പുറത്തിങ്ങനെ തലോടിത്തരുന്ന ദൈവം. ഇങ്ങനെ വിക്സ് തേച്ചതുപോലൊരു തണുപ്പാണപ്പോൾ. വിക്സ് തേക്കുമ്പോൾ തണുപ്പില്ലേ, പുറമേയുള്ള തണുപ്പ്, അകം മുഴുവൻ അങ്ങനെ തണുത്തിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളോട് എങ്ങനെയാണത് പറയേണ്ടതെന്ന്. ഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാം ചപ്പം നെഞ്ചവർന്ന് എണ്ണാൻ കർത്താവ് ഭാഗ്യം തന്നു. ആരോടും പകയില്ല, ആരോടും ഒരു രഹസ്യം അറിയണമെന്നില്ല. ഞാൻ എൻ്റെ രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലൊരു ദിവസം ചെല്ലും. അന്ന് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടും. പുസ്തകം തുറക്കും, എല്ലാം അവിടെ വായിച്ച് കേൾപ്പിക്കും. എന്തൊക്കെ നടന്നു എനിക്കറിയേണ്ട ആവശ്യമില്ല. ജീവനുള്ള ദൈവം എല്ലാം കൃത്യമായി അവിടെ എല്ലാം സ്ക്രീനിൽ കാണിച്ചു തരും. അത് കണ്ടിട്ട് ആരെയും പറയാനില്ല, ആരെയും കുറ്റം പറയാനില്ല, അവരുടെ മുമ്പിൽ തലയുറപ്പി നിൽക്കാനില്ല. അന്ന് ഞാൻ ചെല്ലുമ്പോൾ രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും ദാനം 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 എന്ന് പറഞ്ഞുകൊണ്ട് 24 മൂപ്പന്മാർ കവിണ്ണ് വീണുകൊണ്ട് ആ തിരുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാൽപാദത്തിൽ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ആ തീ നിറമുള്ള ആ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദാനം ദാനം ദാനം, രക്ഷ എന്നുള്ള ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും ദാനമാണ്, വെറും ദാനമാണ്. ഈ ദാനം നാം അനുഭവിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, അധികം ലഭിച്ചവരോട് അധികം ചോദിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചു. എന്താണ് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ പാടില്ലായിരുന്നു നമുക്ക്. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, ഒരു ചെറിയ രുചി നമുക്ക് കിട്ടി. പാപം വരാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. പാപത്തോട് അറപ്പും വെറുപ്പും തന്നു. മരിക്കേണ്ടി വന്നാലും പാപം വരുന്നുള്ള തീരുമാനം നമുക്ക് തന്നു. അത് വെറും കൃപയാണ്. ആ അത്യത്ഭുത കൃപ, അവർണ്ണനീയമായ കൃപ. ഡെൻകെയർ നശിക്കുമെന്ന് കേട്ടു, നേരെ മോനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാണ് സത്യം. എന്നാൽ ജീവനുള്ള ദൈവം പദ്ധതിയിട്ടിരുന്നു. എനിക്ക് 100 വട്ടം ഉറപ്പാണ്, ഞാൻ സാധുവാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ സ്വർഗീയദാനം ആസ്വദിച്ചവനാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫോർ ടേസ്റ്റ്, ഒരു ചെറിയ രുചി എനിക്ക് കർത്താവ് തന്നതാണ്. അതുകൊണ്ട് ഞാൻ നാശത്തിലേക്ക് ഒരിക്കലും പിന്മാറിപ്പോകാൻ, അങ്ങനെ നശിക്കാൻ ഞാൻ ഒരിക്കലും എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. ജാഗ്രതയോടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആർക്കെല്ലാം തീരുമാനമുണ്ട്.
കർത്താവ് ഇന്ന് നിങ്ങളെ കുരുക്കഴിക്കാൻ പോവുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങളെ കത്തുപിടിപ്പിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം ഏതെല്ലാം വലിയ കൊടുക്കൾ വന്നാലും അതെല്ലാം കത്തിച്ചു കളയുന്നവനാണ്. അഴിക്ക് മാത്രമല്ല, എല്ലാം കത്തിച്ചു കളയും കർത്താവ്, എല്ലാം കത്തിക്കും. പ്രിയപ്പെട്ടവരല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കുരുക്കൾ കർത്താവ് അഴിച്ചു തന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നന്ദിയുണ്ടോ ദൈവത്തോട്? ഏതെല്ലാം ഊരാക്കൊടുക്കുകൾ എനിക്കറിയാം. എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവേ, ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ വാതുക്കൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. രാത്രി ഞാൻ ഇങ്ങനെ എങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, കാര്യത്തിനൊരു പരിഹാരം തന്നെ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവ് വന്ന് എൻ്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ. ജീവിതം മുഴുവൻ അത്ഭുതമാണ്. ഇന്നും ഞാൻ അത്ഭുതം കൊണ്ടാണ് ജീവിക്കുന്നത്, അത്ഭുതം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്വന്തം നിൽക്കാൻ കഴിവില്ല, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ല, എല്ലാവരെക്കാളും കഴിവ് കുറഞ്ഞ ആളാണ്. ഇത് പറയുമ്പോൾ ഭംഗി വാക്ക് പറയുകയാണെന്ന് തോന്നും. അല്ല പ്രിയപ്പെട്ടവർ, എന്നാൽ എനിക്കറിയാം ആരാണ് ഈ പാപിയായ മനുഷ്യൻ്റെ ചങ്കിനുള്ളിൽ വസിക്കുന്നതെന്ന്. നല്ല ഉറപ്പോടുകൂടിയാണ് ജീവിക്കുന്നത്, നല്ല ധൈര്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ആരെയും കണ്ടുകൊണ്ടല്ല, ഭൂമിയിൽ ആരെയും കണ്ടുകൊണ്ടല്ല, ഭൂമിയിൽ ആരുടെയും പിൻബലം കൊണ്ടല്ല. എന്നാൽ എൻ്റെ കൂട്ടായ്മയും ദൈവമക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അവർ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ഏതെങ്കിലും ഉള്ളൂ. ഈ ലോകത്തിലെ ആരും എനിക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൂട്ടായ്മയിലെ ദൈവമക്കളും ഈ കൂട്ടായ്മയും കഴിഞ്ഞിട്ടേ വേറെ എന്തെങ്കിലും ഉള്ളൂ. എന്നാൽ ഞാൻ ആരുടെയും പിന്നാലെയല്ല നടക്കുന്നത്. എനിക്കറിയാം എനിക്ക് വേണ്ടി ഞാൻ എവിടെയാണ് നടക്കുന്നത്, ആരുടെ പിന്നാലെയാണ് നടക്കുന്നതെന്ന്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി അടിച്ച് മുഴുവൻ ചതച്ച് കളഞ്ഞ ശരീരം, എനിക്ക് വേണ്ടി രക്തം മുഴുവൻ ഊറ്റിത്തന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. ആ ക്രിസ്തുവിനുള്ള സ്നേഹമാണ് പാപം ചെയ്യാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നത്. യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനുള്ള സ്നേഹം, ആ സ്നേഹം കർത്താവ് ഇപ്പോൾ തരാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുരുക്ക് കർത്താവ് അഴിച്ചു തരാമെന്ന്. ഒരു വാക്ക് മാത്രം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 28-1 മുതൽ 5 വരെയുള്ള വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ. തീ കത്താൻ പോവുകയാണ്. അവിടെ അപ്പോസ്തലൻ വന്ന് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിലിത്ത ദ്വീപിൽ വെച്ച് അന്ന് ബർബരന്മാർ അപ്പോസ്തലൻ ഇങ്ങനെ തീ കായാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഇങ്ങനെ തീ കായണം. അന്യായ തണുപ്പ്, ഐസാണ്, വലിയ തണുപ്പുള്ള സമയത്ത്. വായിക്കൂ 28-1 മുതൽ 5 വരെ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മെലിത്ത എന്ന് പറഞ്ഞൊരു ദ്വീപിൽ അപ്പോസ്തലൻ വന്ന് അവിടെ അനേകരായ മനുഷ്യരോട്, ലോക മനുഷ്യരോട് തന്നെ അവരോട് കൂടെ വന്ന് ഇവിടെ ഇരിക്കുകയാണ് തീ കാഞ്ഞുകൊണ്ട്. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ, കേൾക്കണേ, പൗലോസ് ലീഗ കുറെ വിറക് പെറുക്കി തീ കത്തിക്കുകയല്ലേ, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസിനെ കുറച്ച് വിറക് പെറുക്കിക്കൊണ്ടുവന്നു. ഇപ്പം നിങ്ങൾ വിറക് പെറുക്കണം. എന്താണ് വിറകെന്താണ്? ജീവിതത്തിലുള്ള പാപങ്ങളെല്ലാം, ജീവിതത്തിലുള്ള ബന്ധനങ്ങളെല്ലാം എല്ലാം പെറുക്കിയ തീയിലേക്ക് ഇട്ട് കളയണം. എന്താണ് വിറക് പെറുക്കി എന്ത് ചെയ്തു? തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട അവന്റെ കൈക്ക് പറ്റി. കേട്ടോ, അങ്ങനെ എല്ലാം പെറുക്കി ഇടുമ്പോൾ ചില അണലികളുണ്ട്, ചില അണലിപ്പാമ്പ്. അയ്യോ, അതങ്ങ് പറിച്ചു കളഞ്ഞാൽ പോവില്ല. ചില അശുദ്ധ വികാരങ്ങൾ, ചിലരുള്ള പ്രത്യേക താല്പര്യങ്ങൾ, അത് പറിച്ചു കളഞ്ഞപ്പോൾ അത് അണലിപ്പാമ്പാണ്. മകനെ, നീ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ നിന്നെ കൊത്തി അത് നശിപ്പിക്കുമെന്ന് അറിഞ്ഞുള്ളൂ. നിന്നെ വലിയ കൊത്തും. പിന്നെ നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അങ്ങ് വിഷം ബാധിച്ചാൽ പിന്നെ നിനക്ക് അനങ്ങാൻ കഴിയില്ല. പിന്നെ നിനക്ക് ആര് വിചാരിച്ചാലും വിഷം ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അണലിപ്പാമ്പ് കൊത്താതിരിക്കണേ എന്ത് വേണം? ഇപ്പോൾ നീ ഉപേക്ഷിച്ച് കളഞ്ഞുകൊള്ളണം. എന്ത് ചെയ്യണം? ആ തീയിലേക്ക് ഇട്ടുകൊള്ളണം. എന്ത് ചെയ്തു അപ്പോസ്തലൻ? എന്ത് ചെയ്തു? അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവരോ ആ ജന്തുവിനെ തീയിലേക്ക് ഇങ്ങനെ കുടഞ്ഞു കളഞ്ഞു. ഇപ്പൊ ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ തീ വന്ന് കത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഉണരണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിലെ തീ ഇവിടെ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ വലിയൊരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരിക്കലും പറഞ്ഞു പോകാത്ത അണലിപ്പാമ്പെന്ന ആ ദുഷ്ടപിശാചിനെ, അശുദ്ധിയുടെ അണലിപ്പാമ്പിനെ, കോപത്തിൻ്റെ അണലിപ്പാമ്പിനെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ അണലിപ്പാമ്പിനെ എന്ത് ചെയ്യണം? അല്ല, ഇനി കലഹമുണ്ടാക്കുന്ന അണലിപ്പാമ്പിനെ, ലോക സ്നേഹത്തോടുള്ള അണലിപ്പാമ്പിനെ, എനിക്ക് ഉന്നതനാകണമെന്നുള്ള ആഗ്രഹത്തോടുള്ള അണലിപ്പാമ്പിനെ വലിച്ച് തീയിലേക്ക് അങ്ങ് എറിഞ്ഞു കളഞ്ഞുകൊള്ളണം. ആരെല്ലാം എറിയുന്നവരുടെ എല്ലാം അത് എറിയുന്നവർ എറിയുമ്പോൾ അങ്ങനെ അങ്ങ് വലിച്ചെറിയുമ്പോൾ അത് കരിക്കട്ടയാണ്. എന്നാൽ അങ്ങ് താഴെ ചാടുമ്പോൾ സ്വർഗത്തിലെത്തി പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരെ കത്തി പിടിപ്പിച്ച് അവരെ തീക്കട്ടയാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് യേശു വന്നിട്ടുണ്ട്? നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ പറയുന്നത് സത്യമായും ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്. ആ ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള തിരുരക്തം പുരണ്ട കരം കണ്ടുകൊണ്ടാണ് പറയുന്നത്. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ തീയാണ് കത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തീയിലെ
തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തോളൂ. പാപം വേണ്ട, നമുക്ക് അശുദ്ധി നമുക്ക് വേണ്ട, അരുതാത്ത വികാരങ്ങൾ വേണ്ട. ഇല്ല കർത്താവേ, ഇനിയില്ല അപ്പാ, ഇനിയില്ല. വന്നത് വന്നു, വന്നത് വന്നു പോയില്ലേ കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യും കർത്താവേ? ഇപ്പോൾ തീ കത്ത് പിടിക്കട്ടെ, യേശുവിന്റെ തിരുരക്തം എന്ന് കഴുകട്ടെ. ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ചെറിയൂ പ്രിയപ്പെട്ടവരെ, ഞാനും ഇതാ എറിയുകയാണ്. അലസത എന്ന എൻ്റെ ജീവിതത്തിലെ പാമ്പിനെ എടുത്തെറിയുകയാണ് കർത്താവെ. പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവെ വന്ന കുറവുകൾ എന്ന പാമ്പിനെ, അണലിപ്പാമ്പിനെ എടുത്തെറിയുകയാണ്. എറിഞ്ഞുകൊള്ളൂ പ്രിയപ്പെട്ടവര്. ലോകസ്നേഹത്തിന്റെ പാമ്പിനെ എറിയൂ, അശുദ്ധിയുടെ പാമ്പിനെ എറിയൂ, അഴുക്ക് വികാരങ്ങളുടെ പാമ്പിനെ എറിയൂ, ദുസ്വപ്നങ്ങളുടെ പാമ്പിനെ എറിയൂ, രോഗത്തിന്റെ പാമ്പിനെ എറിയൂ, ദ്രവ്യാഗ്രഹത്തിന്റെ പാമ്പിനെ എറിയൂ, ഭയത്തിന്റെ പാമ്പിനെ എറിയൂ, വേദനയുടെ പാമ്പിനെ എറിയൂ. പ്രിയപ്പെട്ടവരെ, രോഗം വന്ന് വേദന കൊണ്ട് പൊളയുകയാണ് കർത്താവെ, ഇതാ ഞാൻ എറിഞ്ഞു തരികയാണ്. പറയൂ, നിങ്ങൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ സ്വർഗത്തിലെ തീയാണ് കത്തുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളിപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിയും, അയ്യോ അതൊന്ന് സ്വർഗത്തിലെ തീയാണല്ലോ കത്തിക്കൊണ്ടിരുന്നതെന്ന്. ഒന്ന് പരീക്ഷിക്കാവോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് എറിഞ്ഞു കൊടുത്തു നോക്കിയേ. സ്വർഗത്തിൽ നിന്ന് തീ കത്തുകയാണ്. ആ തീ കത്തി 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 ഓരോരുത്തരുടെ മേൽ കത്ത് പിടിക്കുകയാണ്. ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് കത്ത് പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാവരെയും കത്ത് പിടിപ്പിക്കട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് തീ ഇറക്കി കർത്താവേ, ഞങ്ങളുടെ അശുദ്ധി കത്തിക്കണമേ, നമ്മളുടെ അരുതായിക കത്തിക്കണമേ, ഞങ്ങളുടെ കോപം കത്തിക്കണമേ, ഞങ്ങളുടെ അലസത കത്തിക്കണമേ കർത്താവേ. ഞങ്ങളിതാ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരികയാണ്. ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സ്വർഗത്തിലെത്തി ഞങ്ങളെ കത്ത് പിടിപ്പിക്കണമേ കർത്താവേ. എല്ലാം കത്തിച്ചാമ്പലായി ഞങ്ങളല്ലാതാക്കി മാറ്റണമേ. എൻ്റെ രാജാതിരാജാ, അവിടുന്ന് വന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് ഞങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ടല്ലോ. തീരുമാനമെടുത്തവരുടെ മേൽ ആണിപ്പാടുള്ള കരം തൊടുവിക്കുന്നുണ്ടല്ലോ. തിരുരക്തത്തിന്റെ ആ തീ വന്ന്, തിരുരക്തമാവുന്ന തീ വന്ന് നെറ്റിയിൽ മുദ്രയിടുന്നുണ്ടല്ലോ. കുരുക്കുകൾ കർത്താവെ അഴിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ നോക്കിയിട്ട് അഴിക്കാൻ വയ്യാത്ത കുരുക്കുകൾ ഇതാ കെട്ടഴിയുകയാണ്. ആ കെട്ട് മാത്രമേ കത്തിപ്പോയിട്ടുള്ളൂ. അന്ന് ശത്രുക്കിന്റെയും മേശക്കിന്റെയും അഭേദനകോവിന്റെയും കെട്ട് മാത്രമേ കത്തിപ്പോയുള്ളൂ. ഒരു രോമത്തിന് പോലും കേട് വന്നില്ല. എന്റെ കർത്താവേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ തീരുമാനമെടുത്തോ. അങ്ങനെ വ്യക്തമായി തീരുമാനമെടുത്തവര്, അവരുടെ കരം ആരും കണ്ണു തുറന്നു നോക്കണ്ട. അവരെ കണ്ണടഞ്ഞിരിക്കട്ടെ. അവരുടെ കൈ മുകളിലേക്ക് പൊക്കി കൊടുക്കൂ. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരികയാണ്. ആ തീ നമ്മെ കത്തുപിടിപ്പിക്കുകയാണ്. അവരുടെ കരത്തിൽ കർത്താവ് തൊടുകയാണ്. അവരുടെ കർത്താവിൽ കർത്താവ് കയറി പിടിക്കുകയാണ്. അവരെ കർത്താവ് ബന്ധനം അഴിക്കുകയാണ്. ഇനി ബന്ധനം അഴിക്കാൻ വേറെ എങ്ങും പ്രാർത്ഥിക്കാൻ പോകണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവിന്റെ തിരുരക്തത്തിന് മുദ്ര തരികയാണ്. എൻ്റെ രക്ഷക, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ വിളിക്കുമ്പോൾ ഓടി വരുന്നുണ്ടല്ലോ കർത്താവേ. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗത്തിന്റെ ദുരാത്മാവിനെ അവിടുന്ന് ഭത്സിച്ചകറ്റണമേ കർത്താവേ. അശുദ്ധിയുടെ ദുരാത്മാവിനെ അവിടുന്ന് കത്തിച്ച് കളയണമേ കർത്താവേ. തീ ഞങ്ങളുടെ മധ്യത്തിൽ ആളി കത്തിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ സമർപ്പണം കൊടുക്കണമേ. ഞങ്ങളുടെ ഉണർവ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണർവ് അവിടുന്ന് അയക്കണമേ കർത്താവേ. 1-ാം നൂറ്റാണ്ട് ആവർത്തിക്കണമേ കർത്താവേ. ആദ്യ സ്നേഹം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. എൻ്റെ അപ്പാ, നന്ദിയോട് ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ നാഥാ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. ആണിപ്പാടുള്ള കരം നീട്ടിയിരിക്കുന്നതിനായി സ്തുതി. ഞങ്ങളെല്ലാവരെയും കഴുകുന്നതിനായി സ്തുതി. ആ തീരുമാനമെടുത്തവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിനായി സ്തുതി. അപ്പാ, എൻ്റെ അപ്പാ, അവിടുന്ന് സ്നേഹമാകിയാൽ സ്തോത്രം കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേൽ തിരുരക്തം പുരട്ടി എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തുതി. എല്ലാം കർത്താവേ, അവിടുത്തെ കരുണയാകിയാൽ സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ അപ്പാ. ഞങ്ങളെ ഏതുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങളത് മാറിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നേരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.